ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിഷാദ്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളൊരു വ്ളോഗ് ചെയ്യാൻ നോക്കുന്നത്. ഞാനുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. ഫാമിലിയിൽ 2 പിള്ളേര്, പിന്നെ സാറ ഹായ് പറഞ്ഞേ, നൈല, പിന്നെ എൻ്റെ വൈഫ് ഷബാന. പുള്ളിക്കാരി ഇപ്പോൾ ഫോൺ എടുത്തുകൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് പിന്നീട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞങ്ങള് ഇവിടെ ലണ്ടനിൽ വന്നിട്ട്, ലണ്ടനിലല്ല ബേസിക്കലി UK ഇംഗ്ലണ്ടിൽ വന്നിട്ട് ഏകദേശം 3 മാസം ആവാൻ പോകുന്നു. അപ്പം ഞങ്ങൾ താമസിക്കുന്നത് ഗിൽഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വൈഫ് അവിടെ സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പം ഒരു ചെറിയ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ഗിൽഫോർഡിൽ നിന്ന് ലണ്ടനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം. ഇന്നലെ ക്രിസ്മസ് ഞങ്ങൾ വീട്ടിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അതിന് ഞങ്ങളിങ്ങനെ ലണ്ടനായി കാണാൻ പൊയ്ക്കൊണ്ടിരിക്കും. ലണ്ടൻ എന്ന് വെച്ചാൽ ഒരു വലിയൊരു ജയന്റ് വീലാണ്. അപ്പം ലണ്ടൻ ഫുള്ളും അതിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിന്ന് രാവിലെ ഏകദേശം 11 മണിയായപ്പോൾ തിരിച്ചു. ഇന്നിപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇതിനു മുമ്പേ ഞങ്ങൾ ഒരിക്കൽ ലണ്ടനിൽ പോയപ്പോഴത്തേക്കും ട്രെയിനിലായിരുന്നു പോയത്. പക്ഷെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. കാരണം പാർക്കിംഗ് ചാർജും പിന്നെ ട്രെയിൻ ടിക്കറ്റ് 4 പേർക്ക് കൂടെ എടുക്കുമ്പോഴത്തേക്കുള്ള ചാർജ്, അതൊക്കെ കൊണ്ട് നോക്കുമ്പോഴത്തേക്കും അതിനേക്കാളും കുറച്ചും കൂടെ എഫക്റ്റീവ് എനിക്ക് തോന്നുന്നത് കാറിൽ പോകുന്നതാണെന്ന്. കാറിൽ പോവുകയാണെങ്കിൽ ഇന്നിപ്പം ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ലണ്ടനിലെ കൺജഷൻ ചാർജ് കൊടുക്കേണ്ട. ലണ്ടനിൽ നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് 2 ടൈപ്പ് ചാർജ് കൊടുക്കേണ്ടി വരും. 2 സോൺ ഉണ്ട്. ഒന്ന് ULS സോണും പിന്നെ രണ്ടാമത്തെ കൺജഷൻ സോൺ എന്ന് പറഞ്ഞിട്ട്. കൺജഷൻ സോൺ എന്ന് വെച്ചാൽ സെൻട്രൽ ലണ്ടൻ ഏരിയ കവർ ചെയ്തിട്ട് വരുന്നതാണ്. പിന്നെ ഇത് ULS സോൺ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ബ്രോഡർ ഏരിയ ആണ്. അപ്പം ഇന്നിപ്പം ക്രിസ്മസ് തൊട്ട് ന്യൂ ഇയർ വരെയുള്ള സമയത്തേക്ക് നമുക്ക് ഇത് ULS ചാർജ് കൊടുക്കേണ്ടത്. നമുക്ക് കൺജഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി. അപ്പം ഇന്ന് പോകുന്നതിന് 12.5 പൗണ്ട്സ് ആണ് ആവുന്നത്. അപ്പോൾ അതാണ് കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾ ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ വീടുകളുടെ ഒരു സ്ട്രക്ചർ കാണാം. ഇവിടെ ഇങ്ങനെ നിരയായിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. അപ്പം ഒരു വീട്ടിൽ തന്നെ നമുക്കിവിടെ വാള് ഷെയ്ഡ് ആയിരിക്കും മിക്കവാറും. നമുക്കിതിനെ റോ ഹൗസസ് എന്നോ ടെറസ്ഡ് ഹൗസസ് എന്നോ വിളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്, സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് ഉണ്ട്. ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് വെച്ചാൽ ഒരു ചുമര് തന്നെ ഷെയർ ചെയ്തിട്ട് 2 വീടുകളാണ്. അങ്ങനത്തെ പല രീതിയിലുള്ള വീടുകളാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫ്ലാറ്റ്സ് ഉണ്ട്. ഞങ്ങൾ താമസിക്കുന്ന ടെറസ്ഡ് ഹൗസിലാണ്. അത് കണ്ടോ, അവിടെ ഒരു ബെന്റ്ലി കിടക്കുന്നുണ്ടോ. അങ്ങനെ ഇവിടെ കുറേ പഴയ കാറുകളും കാണാൻ പറ്റും. പഴയ ബെന്റ്ലി, പഴയ മെഴ്സിഡസ്, മാസറാട്ടി, അങ്ങനത്തെ കുറേ കാറുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഞങ്ങളുടേത് ഒരു കുഞ്ഞ് മിനി കൂപ്പറാണ്. മിനി കൂപ്പർ ക്ലബ്മാൻ D എന്ന് പറയും. ഞാനിവിടെ 2014 രജിസ്റ്റേർഡ് ആണ്. ഞാനിവിടെ വന്നിട്ട് ഒരു സെക്കൻഡ് ഡേയിൽ എന്തോ ഇവിടെ മേടിച്ചത്. അപ്പോൾ അതിൽ ഇവിടെ സെക്കൻഡ് ഹാൻഡ് കാർസ് അത്യാവശ്യം നല്ല ലാഭത്തിൽ കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 6 മന്ത്സോളം ഇവിടെ ഓടിക്കാം. പിന്നെ ഇവിടുത്തെ ലൈസൻസ് എടുക്കുന്ന ഇത്തിരി പണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാനിങ്ങനെ എനിക്കൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഞാൻ അയച്ചിട്ടുണ്ട്. പക്ഷെ അതിന് എൻ്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് പോസ്റ്റിൽ തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കണം. അപ്പം ഞാനിങ്ങനെ അത് ഇച്ചിരി മടിച്ചിരിക്കുക. ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം വരുവാണെങ്കിൽ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുന്നുള്ള പേടിയൊക്കെ വെച്ചിട്ട് ഇപ്പം ക്രിസ്മസ് സമയമൊക്കെ കഴിഞ്ഞിട്ടല്ല ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് റോഡിലോട്ട് പോവാം. ഇതാ റോഡ്, നിങ്ങൾ കണ്ടില്ലേ, ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒന്നിപ്പോൾ ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഞങ്ങൾക്ക് ഇനി ഏകദേശം ഒരു 12 മൈലോളം ട്രാവൽ ചെയ്യണം. ഞങ്ങൾ താമസിക്കുന്നത് ഗിൽഫോർഡിൽ നിന്ന് ലണ്ടൻ വരെ ഏകദേശം 32 മൈൽസ് എന്തോ ഉണ്ട്. അത് ട്രെയിനിലാണെങ്കിൽ ½ an hour ഉള്ളൂ. കാറിലാണെങ്കിൽ ഇതിന് സമയം കൂടുതലെടുക്കും. നോർമലി സമയം എടുക്കേണ്ട കാര്യമില്ല, പക്ഷെ ഇന്നിപ്പോൾ ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പം നമ്മൾ എത്തിക്കുന്നത് കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ ഈ തേംസ് റിവറിന്റെ സൈഡിൽ കൂടെയാണ് ഓരോ സിറ്റീസും ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം കിങ്സ്റ്റൺ അപ്പോൺ തേംസ്, വാൾട്ടൺ അപ്പോൺ തേംസ്, അങ്ങനെ ഓരോ സ്ഥലത്തിനും എന്താ പറയുക, തേംസ് നദിയുടെ കരയിൽ എന്ന രീതിയിലുള്ളൊരു വേർഡിങ്ങാണ് വരുന്നത്. അങ്ങനെ ഇതിപ്പം നമ്മളിപ്പോൾ കിങ്സ്റ്റൺ എന്ന സ്ഥലത്താണ്. അപ്പോൾ എനിക്കിവിടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ നോക്കട്ടെ. കാരണം ഇവിടെ റോഡിൽ ഓടിക്കുന്ന ഇച്ചിരി കൺഫ്യൂസിങ് ആണ്. ബിക്കോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലെയിൻ ഡിസിപ്ലിൻ എന്ന് വെച്ചാൽ. നിങ്ങൾ റോഡിലൂടെ നോക്കണം, നിങ്ങൾക്ക് കാണാം ഇവിടെ
എങ്ങനെയൊക്കെയാണ് നമ്മൾ വണ്ടി തിരിക്കേണ്ടത്, നമ്മളിപ്പോൾ റൈറ്റിലോട്ട് പോകണമെങ്കിൽ ഏത് ലൈനിൽ നിൽക്കണം, ലെഫ്റ്റിലോട്ട് പോകണമെങ്കിൽ ഏത് ലൈനിൽ കയറി പോകണം, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് പല പ്രാവശ്യം കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഓൾവേസ് give priority to the vehicles that actually come from your right. ഇപ്പോൾ ഞാനിങ്ങനെ നേരെ പൊയ്ക്കൊണ്ടിരിക്കുവാണെങ്കിൽ റൈറ്റിൽ നിന്നൊരു വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ വണ്ടി പോകുന്നവരെയും ഞാൻ വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഓൺ കമ്മിങ് വെഹിക്കിൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. നിങ്ങൾ കണ്ടില്ല, ഇവിടുത്തെ ഈ ബിൽഡിങ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എല്ലാം പണ്ട് മുതലേ ഉള്ള, ഇപ്പം നിങ്ങൾ സന്തോഷ് ചേട്ടൻ്റെയൊക്കെ വ്ളോഗിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഇവിടെ യൂറോപ്പ് ഇങ്ങനെ പഴമ നിലനിർത്തുന്നതിനെ കുറിച്ച്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഫീച്ചർ ആയിട്ട് തോന്നുന്നത്. എല്ലാം ഒരു 16th 17th സെഞ്ചുറി എന്നുള്ളൊരു ആ ഒരു തനിമയും പഴമയും അതുപോലെ നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇവിടുത്തെ ഒരു യൂണിഫോമിറ്റിയും അതൊക്കെ ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, ഇവിടുത്തെ ബിൽഡിങ്സിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. ഇപ്പം ചില സ്ഥലങ്ങളിലൂടെ പോകുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്, അപ്പൊ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ ശാസ്തമംഗലം, വെള്ളയമ്പലം ആ ഏരിയയിൽ കൂടെയൊക്കെ പോകുന്നൊരു ഫീലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നേരെ കാണുന്ന ഒരു ചെറിയൊരു ക്ലോക്ക് മണി ഉണ്ട്. അത് നമ്മുടെ മറ്റേ ഇവിടെയുള്ള വെള്ളയമ്പലത്തുള്ള ഒരു പള്ളി ഉണ്ടല്ലോ, ഒരു CSI പള്ളിയാണെന്ന് തോന്നുന്നു. അതിന്റെ ഒരു ചെറിയൊരു ലുക്ക് പോലെയാണ് ഇത് വരുന്നത്. എനിക്കിങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ട്രെയിനിൽ പോകുമ്പോഴത്തേക്കും ഈ സ്റ്റോപ്സ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വോക്സോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എത്താൻ പോകുന്ന ലണ്ടനിലാണ്. അപ്പം ഇങ്ങനെയാണ് ഒരു ലണ്ടൻ്റെ ഒരു ഫീച്ചർ ഇരിക്കുന്നത്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഉണ്ടല്ലേ, ഇതുപോലെ ഇങ്ങനെ ഇത് കണ്ടോ, ലണ്ടൻ ബസ് കണ്ടോ റൈറ്റ് സൈഡിൽ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾ, ഫുള്ളും ഡബിൾ ഡെക്കർ ബസ്സസാണ്. എനിക്കിപ്പോൾ ചെറിയൊരു കൺഫ്യൂഷനാണ്, ഞാൻ കറക്റ്റ് റോഡിൽ കൂടെയാണ് പോകുന്നത്, വൺ വേ ആണെന്ന് ശരീരത്തിൽ ഡൗട്ടുണ്ട്. പക്ഷേ ഈ ഹോളിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി നോക്കാം, കുഴപ്പമില്ല. മുന്നിലോട്ടുള്ളൊരു ആരോ കുഴപ്പമുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ബിൽഡിംഗ് ഉണ്ട്, ഏത് ബിൽഡിംഗ് ആണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തോ പള്ളിയോ എന്തോ ആണെന്ന് തോന്നുന്നു. ലണ്ടൻ സിറ്റി എത്താറായി, എനിക്ക് തോന്നുന്നു എത്തിയെന്ന് തോന്നുന്നു. ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തേംസ് നദി, മനസ്സിലായില്ലേ? ആ കാണുന്ന ബ്രിഡ്ജും ഒക്കെ ലണ്ടൻ സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണുവാണെങ്കിൽ കാണും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇന്ന് ഞങ്ങൾ ലണ്ടനായി സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. കാരണം ഇന്ന് ഭയങ്കര ഫോഗാ, ഭയങ്കരമായിട്ട് മൂടിക്കിടക്കുക. അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഈ കാണുന്നതാണ് ലണ്ടനിലോട്ട് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നത് നമുക്ക് നമുക്ക് ഇവിടുന്ന് കാണാം. എനിക്ക് അതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അത് മറ്റേ വിന്റർ വണ്ടർലാൻഡിന്റെ ഭാഗമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് വെസ്റ്റ്മിനിസ്റ്റർ പാലസ് എന്ന് തോന്നുന്നു. ഞാൻ പതുക്കെ പോകാം കാണാനായിട്ട്. കണ്ടോ, ഞാൻ കൃത്യമായിട്ടും ഇവിടുത്തെ പ്രോപ്പർ ലൊക്കേഷൻസ് ഒന്നും പ്രോപ്പർലി അറിയത്തില്ല. അവിടെ ഓരോ സ്ഥലത്തും പോയിട്ട് കണ്ടുപിടിക്കണം ഏതൊക്കെയാണ് കറക്റ്റ് ലൊക്കേഷൻസ് എന്ന്. കാരണം പല ബിൽഡിങ്സ് ഒരുപോലെ ഇരിക്കുന്നുണ്ട്. എത്താറായെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഒരു 2 മൈൽ മാത്രം, 2 മൈൽ വെച്ചാൽ 3.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 3.5 കിലോമീറ്റർ 350 മീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ നിന്ന് നേരെ കയറിയിട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലണ്ടനായി കാണും. ഇനി ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇനി ഒരു പാർക്കിംഗ് കണ്ടുപിടിക്കണം. ഇവിടെ പാർക്കിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു പാർക്കിംഗ് സ്റ്റേഷൻ കണ്ടുപിടിച്ച് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. അപ്പം എൻ്റെ ഈ GPS ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. ഇതിൽ P എന്നൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പാർക്കിംഗ് സ്റ്റേഷൻ കാണിച്ചു തരും. അപ്പം ഞാനത് സൗത്ത് പാർക്ക് സെൻ്റർ എന്ന് പറഞ്ഞിട്ടൊരു പാർക്കിംഗ് സെൻ്റർ കണ്ടുപിടിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്രയും ദൂരം നടന്നു വരണം. ഇത് കണ്ടേ, ഇതിവിടെ ബിഗ് ബസ് ലണ്ടൻ എന്ന് വെച്ചിട്ട്
ലണ്ടൻ ഫുള്ള് നമുക്കിപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് ലണ്ടനിലെ പല സ്ഥലങ്ങളിലും കൂടി നമ്മൾ നിർത്തി നമ്മൾ കാണിച്ചു തരും. അല്ലേ, ബിഗ് ബസ് ലണ്ടൻ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് ടൂർ സർവീസസ് ഉണ്ട്. ഇതിപ്പം യൂറോപ്പിലെ ഏതൊക്കെ സിറ്റി പോയാലും നമുക്കൊരു ഹോപ്പ് ഇൻ ഹോപ്പ് ഔട്ട് ടൂർ എന്ന് വെച്ചിട്ട് ഒരു ടൂർ ഉണ്ട്. ഓരോ ലൊക്കേഷനിലും കൊണ്ടുവന്ന് അവർ നിർത്തി തരും. നമ്മൾ അവിടെ ഇറങ്ങുക, അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യാം. ഇത് കണ്ട ടവർ ഓഫ് ലണ്ടനും അതിന്റെ നമ്മുടെ ലണ്ടനിലെ ക്ലോക്ക്. ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ, ഇപ്പൊ എല്ലാവരും ഇവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. ഇത് തേംസ് റിവറിന്റെ ഒരു ബ്രിഡ്ജാണ്. സോ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഒരു 18 മിനിറ്റോളം നടക്കാനുണ്ട് ലണ്ടൻ ഐയിലേക്ക്. സോ നമ്മളിപ്പം എത്തിയ സ്ഥലത്തിൻ്റെ പേര് ട്രാഫൽഗർ സ്ക്വയർ എന്നാണ്. അപ്പം എനിക്ക് പാർക്കിംഗ് ഇവിടെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഇവിടെ അത്യാവശ്യം കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു പാർക്കിങ്ങിനായിട്ട്. അതുപോലെ തന്നെ പാർക്കിംഗ് കണ്ടുപിടിക്കാനായിട്ടും പല പ്രാവശ്യം വഴിതെറ്റി പോവുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് പിന്നെ ലണ്ടൻ ബേസിക്കലി ഭയങ്കര തിരക്കും കൂടെ ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് സമയമെടുത്ത് ഈ പാർക്കിംഗ് സ്പോട്ടിലേക്ക് എത്താനായിട്ട്. ഫോർച്ചുനേറ്റ്ലി ഇന്ന് പാർക്കിങ്ങും ഫ്രീ ആണ്. അത് എനിക്കൂടെ ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കും പാർക്കിങ്ങും ഫ്രീ ആണ്. അല്ലെങ്കിൽ ഏകദേശം £8 പെർ ഡേ അല്ല, £8 പെർ അവർ ഞാൻ കൊടുക്കേണ്ടി വന്നേനെ. ഈ കാണുന്ന മോണമെൻറ്റിൻ്റെ പേരാണ് നെൽസൺസ് കോളം. ഇത് ഭയങ്കര നീളത്തിലുള്ളൊരു ഗോപുരത്തിൻ്റെ മുകളിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന, ആ മനുഷ്യൻ്റെ പേരാണ് അഡ്മിറൽ നെൽസൺ. 1805 ട്രാഫൽഗർ, ദ വാർ ഓഫ് ട്രാഫൽഗർ, ആ വാറിൽ മരണപ്പെട്ട ഒരു അഡ്മിറലാണ്. അപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് ഉള്ള മോണമെൻ്റാണിത്. നമ്മൾ നടന്നു പോകുന്ന വഴിയായത്. അപ്പോൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മളിങ്ങനെ അഡ്മിറൽ ആർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അവിടെ ലാറ്റിനിൽ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ താഴെ കൊടുത്തേക്കുന്നത്. നമ്മൾ റോഡൊക്കെ ക്രോസ് ചെയ്ത് ലണ്ടൻ ഐയിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇനി നമുക്കൊരു ചെറിയൊരു പാലം കിടക്കണം. ഈ റൈറ്റ് സൈഡിൽ കണ്ടോ, അതാണ് ലണ്ടൻ ഐ, ആ ഒരു ജയൻറ്റ് വീല്. ഇത് നമ്മളിപ്പോൾ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലോട്ട് കയറും. അപ്പോൾ ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൽ നമ്മൾ കയറി ഇതുവഴി നടന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴാണ് ലണ്ടൻ ഐയിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പം ഇത് ഈ ഒരു നടപ്പാതയിൽ കൂടെ നമുക്ക് നടന്നു പോകണം. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെയാണ് തേംസ് നദി പോകുന്നത്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി നമുക്ക് നമ്മുടെ റെയിൽവേ പാലം കാണും. അപ്പോൾ അവിടെ ഒരു ട്രെയിൻ ഇങ്ങനെ സർവീസിങ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം എല്ലാം ഇങ്ങനെ പാലങ്ങളാണ് ഇവിടെ. സോ ഫൈനലി നമ്മൾ ആ പാലം ഇറങ്ങി ലണ്ടൻ ഐയുടെ അടുത്തോട്ട് എത്താറായി. ഈ കണ്ടോ, ഈ കാണുന്ന ലിഫ്റ്റുകൾ ഓരോ സ്ഥലത്തും വെച്ചേക്കുന്ന ആ ജയൻ വേലി കൂടി, അതാണ് ലണ്ടൻ ഐ. അപ്പോൾ അതിൽ ഒരെണ്ണത്തിൻ്റെ അകത്ത് 30 പേർക്ക് എന്തോ കയറാൻ പറ്റും. പക്ഷേ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് എനിക്കൊന്നും അധികം ആൾക്കാരെ കേട്ടത്തില്ല. ഏകദേശം ഒരു 8 പേരോ 9 പേരൊക്കെ ഒരെണ്ണത്തിൽ കേട്ടിട്ടുള്ളായിരിക്കും. ഒരു കണക്കിന് നല്ലത്, നമുക്ക് കൂടുതൽ കാണാൻ പറ്റും. പിന്നെ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. നൈല നടക്കുക, ബാക്കിയുള്ള രണ്ടുപേരും ബാക്കിൽ നിന്ന് വരിക. അങ്ങനെ നമ്മളിങ്ങനെ ഫ്രണ്ടിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി ഒരു ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്തോട്ട് കയറണം. ഇതേ ഏരിയയിൽ തന്നെയാണ് നമ്മുടെ തേംസ് നദിയുടെ ക്രൂയിസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ബോട്ട് റൈഡ്സും ക്രൂയിസും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നടക്കുന്നത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ നമുക്കൊരു പാതയുണ്ട്, അതുവഴി പോകാൻ പറ്റും. ഞങ്ങളിങ്ങനെ ലണ്ടൻ ഐയിൽ എത്തി. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ 3:30 തുറക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഈ ക്രിസ്മസ് സമയമായതുകൊണ്ട് ഷോർട്ട് ഓഫ് സ്റ്റാഫോ അല്ലെങ്കിൽ കോവിഡ് കാരണം ക്ലീനിങ് കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടായിരിക്കും. 3:30 to 6:30 ഇനി അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ചുമ്മാ ഇതുവഴി നടക്കാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടല്ലേ, ഈ മരങ്ങളെല്ലാം ഇലയൊക്കെ പൊഴിച്ച് ഇങ്ങനെ നിൽക്കുക വിൻ്ററിൽ. ഇത് ഓട്ടം കഴിഞ്ഞിട്ടാണ് വിൻ്റർ വരുന്നത്. ഓട്ടമിൽ ഇതെല്ലാം മഞ്ഞ കളറായിരിക്കും. ഇനി പിന്നെയും സ്പ്രിങ് ആകുമ്പോഴത്തേക്കും പിന്നെയും പച്ച കളറാവും. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്, ഇതുവഴി നടക്കാനും ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാനും ഒക്കെ. അങ്ങനെ നിങ്ങളിപ്പം മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഈ കാണുന്നില്ലേ, ഇതാണ് ലണ്ടൻ ഐ. ഈ ഒരു സർക്കിൾ പോലെ ഇരുന്നിട്ട് അതിൻ്റെ അകത്ത് ഓരോ കണ്ണുകളായിട്ടിരിക്കുന്നത്. സോ അവരെ ഡോറ് തുറന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. വലിയ ക്യൂ ഒന്നുമില്ല, കാരണം ഞങ്ങൾ തന്നെ ഏറ്റവും മുന്നിലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ കാണുന്ന ഗ്ലാസ് ബോക്സിൻ്റെ അകത്തോട്ട് നമുക്ക് കയറേണ്ടത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇനി ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു ചെറിയൊരു സെക്യൂരിറ്റി ക്ലിയറൻസ് ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. ഇത് 2000 മാർച്ച് 2000 ഇത് ഓപ്പൺ ആയത്. അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് പതുക്കെ നടന്ന് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ശരിക്കും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരതിനെ പിന്നെ എഡിറ്റ് ചെയ്ത് രണ്ടിനയുടെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയൊക്കെ തരും. അപ്പം പക്ഷെ അത് ഇത്തിരി കോസ്റ്റ്ലിയാണ്. അങ്ങനെ ഞങ്ങൾ ഫൈനലി ലണ്ടൻ ഐയിലോട്ട് കയറാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ബോട്ടിലൊക്കെ കയറാനായിട്ട് ഓരോരോ ബേ വയ്ക്കത്തില്ലേ, അതുപോലെ ഇവിടെ ഒരു ബേ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4ാമത്തെ ബേയിലാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഇനിയൊരു 8 പേരും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ 8 പേര് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ നിൽപ്പുണ്ട്, ഞങ്ങൾ അവരുടെ റൈറ്റ് സൈഡിലായിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറാനായിട്ട് റെഡിയായി നിൽക്കുക. സോ നമ്മുടെ കൂട്ടത്തിലുള്ള ഓരോരുത്തരായിട്ട് കയറുന്നത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളും കയറണം. അങ്ങനെ ഷബ്നായും സാറായും കയറി. ഇനിയിപ്പോൾ നൈലായും ഞാനും കൂടെ ഓൾസോ കയറി. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം നമ്മൾ കയറുന്ന സമയത്തും ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറി. ഇനി നമുക്കിതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്താ കാണാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, കൂടെ ഉണ്ടായിരുന്ന ഒരു ടൂറിസ്റ്റിനോട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. ഞങ്ങളിപ്പോൾ ലണ്ടൻ ഐയുടെ അകത്ത് നിൽക്കുക. ഇതാണ് ഇതിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ. ഇത് കുറച്ചും കൂടെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല വ്യൂ കാണാൻ പറ്റും. സോ നമ്മളിപ്പോൾ ഏകദേശം ഒരു 3 നിലയുടെ ഹൈറ്റ്, എന്ന് വെച്ചാൽ 3 അടിയുടെ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പൊക്കത്തിലൊന്നുമല്ല, എന്നാലൊരു 5 നില കെട്ടിടത്തിൻ്റെ അത്രയും പൊക്കത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഈ റിഫ്ലക്ഷൻ ഉണ്ട്, പക്ഷേ എന്നാലും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ മൊത്തം ബ്രിഡ്ജസ് ആണ്, ഇങ്ങനെ പാരലായിട്ട് ഈ തേംസ് നദിയിൽ ഈ അക്കരയും ഇക്കരയും കണക്ട് ചെയ്തിട്ട് ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട്. പിന്നെ താഴെ തന്നെ നിങ്ങൾക്ക് ബോട്ട്സ് കാണാം. ഈ ബോട്ടൊക്കെ ഇതിൽ കൂടെ ക്രൂയിസ് നടത്തി വരും, നമ്മുടെ ആലപ്പുഴയിലുള്ള ഹൗസ് ബോട്ട്സിനെയൊക്കെ പോലെ. പക്ഷെ അതുപോലെ അല്ല, ബട്ട് ഇത് അത്യാവശ്യം ലണ്ടൻ ഫുള്ളും കാണാൻ പറ്റും അതിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മോണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ട് ആ ക്രൂയിസിൽ കൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏകദേശം മുകളിലോട്ട് എത്താറായി. ഇപ്പം ഇനിയൊരു എന്താ പറയുക, 2 അടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും മുകളിലെത്തും. ഇതാണ് അവിടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. ഭയങ്കര ഫോഗ്, അതുകൊണ്ട് നമുക്ക് നോർമലി ഒരു സണ്ണി ഡേയിൽ കാണാൻ പറ്റുന്ന അത്രയും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഓക്കെയാണ്. കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാലങ്ങൾ ഇങ്ങനെ ചുറ്റും ഈ ഒരു ആർച്ച് പോലെ കിടക്കുന്ന ഈ നദിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ പാലങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു. ഇതാ ലണ്ടൻ സ്കൈ ലൈൻ. എൻ്റെ ഓഫീസ് ഇതിൻ്റെ ഇടയിൽ എവിടെയുമാണ് എൻ്റെ ഓഫീസ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. മഴയുണ്ട്, ഇപ്പം മഴയും പെയ്തു തുടങ്ങി. മൊത്തത്തിൽ കുറച്ചും കൂടി ഒരു സണ്ണി ഡേ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നൈറ്റായിട്ട് വരണമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഏകദേശം നൈറ്റ് ആവാറായി. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ്സൊക്കെ ഇടുന്നത് കാണാം. കാരണം ഇത് ഇച്ചിരി കൂടെ സമയമെടുക്കും. ഇനി ഒരു 10 മിനിറ്റ്സും കൂടെ എടുക്കും ഈ ലണ്ടനായി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ കാണുന്നതാണ് വാട്ടർലൂ സ്റ്റേഷൻ. ഇവിടുത്തെ ഒരു വലിയൊരു സ്റ്റേഷനാണ്. അവിടെയാണ് ഞാൻ സാധാരണ ഓഫീസിൽ പോകാനായിട്ട് വന്നിറങ്ങുന്നത്. അങ്ങനെ നമ്മളെ ഏറ്റവും മുകളിലെത്തി. കണ്ടില്ലേ, നമുക്ക് പാരലായിട്ടിരിക്കുന്ന വേറൊരു അയലത്തെ ആൾക്കാരൊക്കെ അവരെ കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മളും ഏകദേശം മുകളിലോട്ടെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത്തിരി ഫോഗിയാണ്, അതുകൊണ്ട് നമുക്ക് നേരെ എല്ലാം കാണാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ഓക്കെ. അങ്ങനെ ലണ്ടൻ്റെ ഏറ്റവും മുകളിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. സോ ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ. ലണ്ടൻ സിറ്റി മൊത്തവും ഏകദേശം കാണാൻ പറ്റും. പല രീതിയിൽ ആർക്കിടെക്ചറൽ ബിൽഡിങ്സാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ തൊട്ട് താഴെയുള്ളൊരു അയിലത്തുള്ള ആൾ നമ്മളിപ്പോൾ ഏറ്റവും മുകളിലെത്തിയപ്പോൾ നമുക്ക് താഴത്തെ ആൾക്കാരെയൊക്കെ കാണാം. മരങ്ങളൊക്കെ ഭയങ്കര ചെറുതായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രിഡ്ജസ്, ആ ഒരു ആർച്ച്, ആ റിവറിൻ്റെ ഒരു ആർച്ച്, അതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഇനിയിപ്പം നമ്മളിനി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം ഏകദേശം രാത്രിയായി, ലൈറ്റ്സൊക്കെ ചെറുതായിട്ട് ഇട്ട് തുടങ്ങി. അപ്പം നമുക്ക് ഇനി
ഇനി നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ പാലത്തിലെല്ലാം ലൈറ്റ്സ് ഇട്ടു. ഈ ലൈറ്റിംഗ് ആണ് ഈ സിറ്റിയെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, നമ്മൾ ഈ ലൈറ്റ്സിന് കറക്റ്റായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ ബിൽഡിങ്സിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലൈറ്റ്സാണ്. അപ്പം ബിൽഡിങ്സ് ഭയങ്കരമായിട്ട് ആ ലൈറ്റിൽ തിളങ്ങി നിൽക്കും. അങ്ങനത്തെ ലൈറ്റ്സാണ്. അപ്പം നമ്മൾ അതുപോലെ തന്നെ പാലത്തിൻ്റെ അടിയിൽ ഈ രാത്രി കൂടെ ഈ തെയിംസിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്കും ഒരു പിങ്കിഷ് ഷെയ്ഡാണ് അതിൽ ഫുള്ളും. സോ ഞാനിങ്ങനെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഞങ്ങൾ ഏകദേശം താഴെ എത്താറായി. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗാണ് ലണ്ടൻ കൗണ്ടി ഹാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പം ദ ഗ്രേറ്റർ ലണ്ടൻ കൗൺസിലിൻ്റെ ഒരു ഓഫീസ് എന്ന് വെച്ചാൽ എനിക്കൊരു ഗവൺമെൻറ് ഹൗസ് അങ്ങനത്തെ എന്തൊരു ഇതാണെന്ന് തോന്നുന്നത്. അങ്ങനെ ഇത് നല്ല രസമാണ് ഈ ബിൽഡിംഗ് കാണാനായിട്ട്. തൊട്ടടുത്ത പാലങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ആ കാണുന്ന അതാണ് ലണ്ടൻ ടവർ ഓഫ് ലണ്ടൻ, അല്ലെങ്കിൽ ബിഗ് ബെൻ എന്ന് പറയും. നമ്മൾ നേരത്തെ കുറച്ചും ഒരു ക്ലോക്ക് ഉണ്ടല്ലേ, ആ ക്ലോക്ക്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. സോ നമ്മളങ്ങനെ ഏകദേശം ഇറങ്ങാറായി. ഇനിയിപ്പോൾ എല്ലാവരും ദാണ്ട് ഡോറിൻ്റെ അടുത്തോട്ട് പോയി തുടങ്ങി. ഏകദേശം നെക്സ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഈ ലണ്ടനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങും. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഈ കണ്ടില്ലേ, ലൈറ്റ്സ് ഇങ്ങനെ ഇട്ടിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അതിൻ്റെ പേരാണ് ക്വീൻസ് വാക്ക് വേ എന്ന് പറഞ്ഞിട്ട്. ഈ തേംസ് നദിയുടെ സൈഡിൽ കൂടെയുള്ള വാക്ക് വേക്ക് പറയുന്നത് ക്വീൻസ് വാക്ക് വേ എന്ന് പറഞ്ഞ സ്ഥലം. സോ ഏകദേശം നമ്മൾ താഴെ എത്തി. ഇനിയിപ്പം വാക്ക് ചെയ്ത് വെളിയിലോട്ട് പോകണം. എല്ലാവരും ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനും ഇവിടെ ഏറ്റവും ബാക്കിൽ നിൽക്കുക. തൊട്ടപ്പുറത്തുള്ള ഇതിൽ നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. ഇനി അടുത്തിനി ഞങ്ങളും പതുക്കെ ഇറങ്ങും. ഞങ്ങളുടെ ബേ ഏകദേശം എത്താറായി. ഞങ്ങൾ ഇപ്പം അവിടെ ആൾക്കാർ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങുക. അവിടുത്തെ വർക്കേഴ്സ് തന്നെ കയറിയിട്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് ഇറങ്ങുക. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങളും ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഡോറ് തുറന്നു. ഷബിനായും സാറായും ഇറങ്ങി, നൈലായും കൂടെ ഇറങ്ങി. അങ്ങനെ ഞാനും ദേണ്ടേ പുറത്തോട്ടിറങ്ങി. എല്ലാവരും അപ്പോൾ തന്നെ കയറി ക്ലീൻ ചെയ്യും, സാനിറ്റൈസ്. അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ഇനി നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ യൂറോപ്പിൽ എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇങ്ങനെ മ്യൂസിക്കൽ ലിമിറ്റ്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം നമുക്ക്. ഈ സ്ട്രീറ്റ്സിലും സൈഡ്സിലും ഒക്കെയാണ്. ഭയങ്കര രസമാണ് അവരുടെ വായനയും ഇതൊക്കെ കാക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു വ്യൂ നോക്കി വെക്കാം. സോ ഞങ്ങളുടെ ലണ്ടനായിട്ട് വിസിറ്റ് കഴിഞ്ഞു. ഇനി നമ്മളിങ്ങനെ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടിയൊക്കെ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ പിള്ളേർക്ക് ഒക്കെ നടന്ന് മടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടി കയറി, വണ്ടിയിൽ കൂടെ ലണ്ടൻ ലൈറ്റ്സ് കണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാം എന്നുള്ളൊരു പ്ലാൻ. പക്ഷേ ഇവിടെ നിന്ന് ഇനി ഒരു 18 മിനിറ്റ് നടക്കണം നമ്മുടെ കാർ ഇട്ടേക്കുന്ന സ്ഥലം വരെ പോകാനായിട്ട്. അപ്പം ഇതാണ് നമ്മൾ നടന്നു പോകുന്ന വഴി. രാത്രി ഇതിൻ്റെ ഫുള്ള് സെൻസ് അങ്ങ് മാറും. ഭയങ്കര ആ ഒരു മൂഡെല്ലാം ഭയങ്കര ഡിഫറെൻ്റാണ്. നല്ല പ്രോപ്പർ ലൈറ്റിങ്ങും ഈ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് കിടക്കുന്ന കാണാം. ഒന്ന് അവിടുത്തെ ഈ മഴവെള്ളവും പിന്നെ അല്ലെങ്കിൽ തന്നെയും കുറച്ചും കൂടെ ഒരു പോളിഷ്ഡ് സർഫസാണ് അവിടെ ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നന്നായിട്ടിങ്ങനെ ഒരു സ്പെഷ്യൽ എഫക്റ്റാണ് ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കൂടെ പിള്ളേരുടെ കാർണിവലോ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറുന്നില്ല. ഞങ്ങളിനി തിരിച്ച് ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ വന്ന ആ ബ്രിഡ്ജ്. അപ്പോൾ ആ ബ്രിഡ്ജ് വഴി കയറി ഞങ്ങൾ തിരിച്ച് പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ല നല്ല കാര്യങ്ങളായിട്ട് വരാൻ നോക്കാം. സോ ഗുഡ് ബൈ.